ഇങ്ങനത്തെ കളർ ഗ്ലാസ് ഇഷ്ടമുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ ഇതിൽ? അതായത് ഒരുപാട് പഴയ രീതിയിലുള്ള കളർ ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞ കളർ ഗ്ലാസ് ആണ്. അതേപോലെ 2-3 തീമാണ്, അതായത് 2-3 കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വേറൊരു കളറ് ഞാൻ കാണിച്ചു തരാം. ഇത് മഞ്ഞ കളർ ഗ്ലാസ് ആണ്. അതേപോലെ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഗ്ലാസ്, ഇത് നീല കളറാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വേറൊരു ലൈറ്റ് പോലെ തോന്നും, വേറെ കളർ പോലെ തോന്നല്ലേ? കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ അല്ലേ, ശരിക്കും ഇത് പക്ക നീലയാണ്. ആ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് വേറൊരു ഡിസൈനായി മാറുന്നു. ഇപ്പോൾ കളറ് നീല തന്നെയാണ്, പക്ഷേ ഇവിടുന്ന് മാറി കുറച്ച് പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ പിന്നെയും മാറിപ്പോകും. അതേപോലെ ഈ റൂമിൽ ഇതിൻ്റെ കളറ്, ഇതൊരു മജന്ത, മഞ്ഞ, പച്ച, നീല, വെള്ള, അങ്ങനെ 5 കളറാണ് നമ്മൾ റൂമിൽ കൊടുത്തിട്ടുള്ളത്. റൂമിൽ ഇതേപോലെ പഴയ ഒരു ഡിസൈൻ നല്ല രീതിയിൽ കാണാനും വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. തുറക്കുമ്പോൾ കാണിച്ചു തരാം. തുറക്കുമ്പോൾ പുറത്തത്തെ കാഴ്ച അല്ലേ, ജനലിൻ്റെ കളർ ഇങ്ങനെയാണ്. അത് ആ സൂര്യപ്രകാശം പുറത്തേക്ക് വരുമ്പോഴാണ് അത് ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നത്, അതായത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കർട്ടൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ കർട്ടൻ്റെ ഒരു പരിപാടി നമ്മൾ പ്ലാനിലില്ല. ഇതേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. അത് ഓരോ തീം, ഓരോ റൂം, ഓരോ ജനലുകൾ ഓരോ കളറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് 3 കളർ, അതായത് വെള്ള, നീല, പച്ച, ഈ 3 കളറാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പുറത്തേക്കോ പുറത്തുനിന്ന് ഉള്ളിലേക്കോ കാണാൻ കഴിയില്ല. അങ്ങനത്തെ രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പഴയ രീതിയിലുള്ള ഒരു തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഈ റൂമിലും ഇപ്പോൾ ഈ കാണുന്ന മേലെ നിന്ന് ഇവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ലൈറ്റേ ഇത് അവിടെ നിന്നുള്ള ലൈറ്റാണ് കേട്ടോ, പ്രകാശം ആ ജനലിൽ നിന്ന് വരുന്ന ലൈറ്റാണ്. ഇതാ ഇവിടെ മുകളിൽ നിന്ന് നല്ലൊരു വൈബ് പോലെ, അതായത് നമ്മുടെ എന്താ പറയുക, ജാളി എന്നുള്ള സൂര്യപ്രകാശം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നുണ്ടായിരിക്കും. അതായത് അത് ജാളിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാളിക്ക് നമുക്ക് 35 രൂപയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഹാളിൽ കണ്ടത് നിങ്ങളുടെ ജനൽ, ഈ ജനലും ഇതേപോലെ തന്നെ നമ്മളൊരു മഞ്ഞ, നീല, എല്ലാം ഈ 5 കളർ എല്ലാത്തിനും ഉണ്ട്. ഫ്രണ്ടിൽ മൊത്തം നമ്മൾ ഓരോരോ കള്ളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ നീല ബെഡ്റൂം, ഇത് മോൻ്റെ ബെഡ്റൂമാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു. ഇത് അവൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ കളറിനനുസരിച്ച് വാങ്ങിയതാണ്, താല്പര്യത്തിനനുസരിച്ച്. ഈ ഒരു പാറ്റേണിലാണ് ഈ റൂം കൊടുത്തിട്ടുള്ളത്. 4 കോട്ട് അടിച്ചിട്ടുണ്ട്. ഈ ചുമരിൽ 4 കോട്ട് അടിച്ചിട്ടുണ്ട് പെയിൻറ്റ്. ഇതല്ലേ, ഇതിലേറ്റവും താഴെ വൈറ്റാണ് വരുന്നത്, ബാക്കി 5 കളറ്. ഇതിലും അതേപോലെ 5 കളറ്. ഇവിടെ 3 കളർ. എപ്പോഴും ഈ ഒരു ബേ വിൻഡോൻ്റെ ഭാഗത്ത് നമ്മൾ മൊത്തം 3 കളറുകളാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. തുറക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളി സ്ഥലം കേട്ടോ അല്ലേ, ആകാശം നല്ല ഭംഗിയിലാണ്. ഇത് പാടാണോന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പാടല്ല, പറമ്പാണ്. ഒരു കുന്നിൻ്റെ മേലെയാണ് നമ്മുടെ വീട് വരുന്നത്. നിലമ്പൂർ കരുളായി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ കരുളായി എന്ന് പറയുന്ന സ്ഥലത്ത്. ഓരോ ജനലുകളും അതിൻ്റേതായിട്ടുള്ള ഭംഗി അത് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഈ ജനലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നീലയ്ക്കും പച്ചയ്ക്കൊക്കെ 55 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്, വെള്ളയ്ക്ക് 40 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. എന്ത് വന്നാലും പുറത്തേക്കോ കാണില്ല, പുറത്തുനിന്ന് ഉള്ളിലേക്കോ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കർട്ടൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി കർട്ടൻ താല്പര്യമുള്ളവർ അങ്ങനെ വേണം, കർട്ടൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളത്. അതിൻ്റെ ആവശ്യം വരില്ല, കാരണം നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും പുറത്തേക്ക് വരില്ല. നമ്മളവിടെ ഉള്ളിൽ ഡ്രസ്സ് മാറുന്ന കാര്യങ്ങളൊന്നും ആരും കാണാനൊന്നും കഴിയില്ല അല്ലേ. വെള്ളയാണെങ്കിലും ഏത് കളറാണെങ്കിലും നമുക്ക് ആ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. പുറത്ത് നമ്മൾ തേക്കാത്ത ചുമരാണ്. ചുമരിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് എക്സ്പെൻസ് കുറച്ച് ചെയ്ത്
ഇതിപ്പോൾ ഇവിടെ സാൻഡർ അടിച്ച് മിനുസപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഒരുപാട് സാൻഡർ അടിച്ചിട്ടില്ല, കുറച്ചേ അടിച്ചിട്ടുള്ളൂ. നമ്മൾ ഇനി ദേഹം തട്ടുന്നിടത്ത് മാത്രം വെറുതെ കുറച്ച് അടിച്ചിട്ടുള്ളൂ. ഇനി അത് ചെറുതായിട്ടൊരു ക്ലിയറും കൂടി അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത്ര എക്സ്പെൻസ് നമുക്ക് അതിന് വരുന്നുള്ളൂ. ക്ലിയറിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതുണ്ടെങ്കിൽ ഇത് ഓരോ പീസ് ഇത് വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. മൊത്തം വൈറ്റ് തീമിലാണ് നമ്മൾ ചുമരിലൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ബാക്കി നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വെട്ടുകലിൻ്റെ കളർ എടുത്ത് കാണിക്കും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ ഇനി അടുത്തൊരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. അടുത്ത ബെഡ്റൂമിലും ഇതേ തീമിന് തന്നെ, അതിലും പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരേ പാറ്റേൺ തന്നെ. ഉള്ളിൽ ഇതേപോലെ തന്നെ ഒരേ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പച്ച നീല വെള്ള, അതേപോലെ ഇവിടെയും പച്ചയും നീലയും തന്നെയാണ് കൊടുക്കുന്നത്. ഈ നേരെ ഉള്ളിലേക്ക് പോയാൽ ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ 4 കളറും ഇവിടെ ഒരു വെള്ള കളറും അങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതും ഇവിടെ വെള്ള കളറ്, അവിടെ 4 കളറ്, അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഷെൽഫ്. പിന്നെ ഇങ്ങനെ വന്നാൽ ഈ ഭാഗത്തൊന്നും ജനലുകളില്ല കേട്ടോ. ഉണ്ട്, ഇവിടെ ജനൽപ്പൊളി ഉണ്ട്. അതിൻ്റെ സാധാ നമ്മുടെ ചെറിയ ഒക്കെ ഈ ജനൽ തന്നെയാണ്. അതായത് ഒക്കെ ഫാബ്രിക്കേഷനാണ്. ഒക്കെ വൈറ്റ് കളർ തീം തന്നെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാനിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ ഗ്ലാസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു തീമിലേക്ക് നമ്മൾ എത്തിയത്. എക്സ്പെൻസ് സാധാ ഗ്ലാസ്സിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ മുകളിലുള്ള കാഴ്ച. ഗ്ലാസ് ഇട്ടതും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കാണിച്ചിരുന്നു, എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ. ഇപ്പോൾ ഈ ഇതിൽ നിന്നുള്ള ലൈറ്റ് കണ്ടില്ല നിങ്ങൾ, ഈ ജാളി കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ നല്ല കണ്ണിൽ കുത്തുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ല, കണ്ണിൽ കുത്തൊന്നുമില്ല. അതേപോലെ ഇവിടെ വേറൊരു വെറൈറ്റി ഒരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നു, മുകളിലേക്ക് എങ്ങനെ പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ. മുകളിലേക്ക് പോകുമ്പോൾ കോണി നമ്മുടെ മുകളിലേക്ക് കയറിൽ നിർത്തുന്ന കോണിയാണ്, ഏറ്റവും മേലേക്കുള്ള കോണി. അത് നമ്മൾ ഇവിടെ പതുക്കെ കെട്ടയക്കുമ്പോൾ തന്നെ ചാടി പോരുന്നുണ്ട് കേട്ടോ അവിടുന്ന്, അല്ലേ. ഇതാണ് നമ്മുടെ കോണിയുടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കണ്ടങ്ങളെ നിൽക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് നമ്മൾ ഓൾഡ് കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ താഴെ കട്ട് ചെയ്തിട്ട് അതിന് ശേഷം അത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ മേലെ സേഫ്റ്റി യാതൊരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല. ഇവിടെ ഒരു പൂട്ട് വെച്ച് പൂട്ടാനുള്ള പരിപാടിയാണ്, അല്ലേ. മേലേക്കുള്ള വാതിലാണിത്. വാതിൽ തുറന്നാൽ 3.5 അടി ഹൈറ്റിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കുള്ള വ്യൂ ആണിത്. ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇത് നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ളത് 500-600 രൂപയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കൃഷ്ണൻ്റെ ഈ ഒരു ഇരുമ്പിൻ്റെത്, അത് തൂക്കത്തിനായിരുന്നു കേട്ടോ വില. ഇതാണ് നമ്മളെ മേലേന്ന്, മച്ചിൻ്റെ മേലേന്നുള്ള വ്യൂ ആണിത്. നല്ല അടിപൊളി വ്യൂ ആണ്.